അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എസ്എസ്എഫ് വിസ്ഡം ഹദീസ് ക്ലാസ് 119. عن سليمان التيمي رضي الله عنه سمعت أنسا رضي الله عنه يقول قال رسول الله صلى الله عليه وسلم مررت على موسى وهو يصلي في قبره. وزاد في حديث عيسى മറർത്തു ലൈലത ഉസ്രിയ ബി. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സുലൈമാനു തൈമി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം. അദ്ദേഹം പറയുന്നു, സമിഅ്തു അനസൻ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ കേട്ടു, യഖൂലു, അവിടുന്ന് പറയുന്നതായിട്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറർത്തു അല മൂസ, മൂസ നബിയുടെ അടുത്ത് ഞാൻ നടന്നു ചെന്നു. മൂസ നബിയുടെ അടുത്തുകൂടെ അഥവാ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഖബറിങ്കൽ ഞാൻ നടന്നു ചെന്നു. വഹുവ യുസല്ലി ഫീ ഖബരി, ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുകയായിരുന്നു. മൂസ നബി അലൈഹിസ്സലാം തന്റെ ഖബറിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മൂസാ നബിയുടെ അടുക്കൽ ചെന്നപ്പോൾ. വസാദ ഫി ഹദീസ് ഈസ, ഈ ഹദീസിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ, ഈസ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇതുകൂടിയുണ്ട്, മറർത്തു ലൈലത ഉസ്രിയ ബി, എന്നെ ഇസ്രാ ചെയ്യപ്പെട്ട ആ രാത്രിയിൽ, ഇസ്രാ മിഅ്റാജിന്റെ ആ രാത്രിയിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്തിന് ഞാൻ ചെന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. നിസ്കരിക്കുകയായിരുന്നു. അത് ഞാൻ ആ സമയത്താണ് ഞാൻ അവിടെ ചെന്നത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഹദീസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയിൽ, ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിക്കപ്പെടുന്ന യാത്ര തുടങ്ങിയത് അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടായിരുന്നു. എന്നു മാത്രമല്ല, ഖബർ സിയാറത്തിന് വേണ്ടി ചെന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് നിസ്കരിക്കുന്നത് കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫിൽ ഖബർ എന്ന് മറ്റൊരു റിപ്പോർട്ടിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിസ്കരിക്കുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ അമ്പിയാക്കൾ, അതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കളൊക്കെ അവരുടെ ഖബറുകളിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ദുനിയാവിൽ നിന്ന് അവർ വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും ഖബറിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷത്തോടെ അവരവിടെ കഴിയുന്നുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ നാം അവരോട് സംസാരിക്കുന്നതും അവരെ വിളിക്കുന്നതുമൊക്കെ അവർ കേൾക്കുമെന്നും, അതേപോലെ തന്നെ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളെ നാം വിളിച്ച് സഹായം തേടുന്നത് അവരറിയുന്നുണ്ട് എന്നും അവർ ജീവിച്ചിരിക്കുന്നു എന്ന ഈ വിഷയം സമർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹു തആല ആ മഹാന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.